ഒരു കാമൽ നിന്നിട്ടോരു ഹത്തം തീർത്തോവർ, ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോവർ. ഒരു കാമ നിന്ന കഥയും അതാണ്. തൻ്റെ പീഡനകാലത്ത്, പ്രയാസകാലത്ത്, ചുറ്റിത്തിരിയുന്ന കാലത്ത് താൻ ചെയ്ത ഒരു കാലം ബഹ്ജയുടെ 59-60 പേജുകളിൽ കൃത്യമായി വിവരിക്കുന്നു. മകസ്തു ഹംസം വൈശിരീന സന, 25 കൊല്ലം ഞാൻ താമസിച്ചിട്ടുണ്ട്. മുതജരിദൻ, തുണിയും കുപ്പായവും അതുപോലെ തന്നെ ചെരുപ്പുമൊന്നും സാധാരണ പോലെ ഇല്ലാതെ. സായിഹൻ ഫി ബറാറിൽ ഇറാഖ്, ഇറാഖിന്റെ മരുഭൂമികളിലും വഖറാബിഹി, വിജന സ്ഥലങ്ങളിലും ഒക്കെ ഒട്ടാകെ സഞ്ചരിച്ചിട്ട് 40 സനതൻ ഉസല്ലി സുബ്ഹ ബിവുദൂഇൽ ഇശാ, സുബ്ഹ് നിസ്കരിക്കാൻ ഇശാക്കെടുത്ത ഒതുകൊണ്ട് തന്നെ 40 കൊല്ലം ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തു, ഉറങ്ങൂല. ഇതൊക്കെ തന്റെ ഒരു കാലമാണ്, എന്നത്തും കാലല്ല. ഉറങ്ങിയത് എടുത്തിട്ട് പറയും, കണ്ടോ ഉറങ്ങൂല എന്ന് പറഞ്ഞ ആള് ഉറങ്ങി. 90 കൊല്ലം ഇരുന്നടോ മുഹിയുദ്ദീൻ ശൈഖ്, 90 കൊല്ലം. ആ 90 കൊല്ലത്തിലെ 40 കൊല്ലാണ് ഇശാന്റെ ഒതുകൊണ്ട് സുബഹി നിസ്കരിച്ചത്. ബാക്കി 50 കൊല്ലല്ലേ. ഈ 50 കൊല്ലത്തിൽ ഉറങ്ങൂല എന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ല. ഇശാ നമസ്കരിക്കുന്ന ഒതുകൊണ്ട് തന്നെ സുബഹിക്ക് ഒതു എടുക്കാത്ത നമസ്കരിക്കാൻ തന്നെ രാത്രി മുഴുക്ക ഇബാദത്ത് ചെയ്യുന്ന മുജാഹദ, അത് തന്റെ മുജാഹദത്തിന്റെ വേളയിലെ ഒരു കാര്യമാണ്. ആ കാലത്ത് തന്റെ ഒരനുഭവം വിവരിക്കുകയാണ്. അന്ന് 40 വർഷക്കാലം ഞാൻ നിൽക്കും. ഖുർആൻ, ഞാൻ ഖുർആൻ അങ്ങ് തല തുടങ്ങും. വഅന വാഖിഫുൻ അലാ റിജ്ലിൻ വാഹിദ, ഒറ്റക്കാലിന്മേൽ ഞാൻ നിൽക്കും. വയദീ ഫീ വത്ദിൻ മദ്റൂബിൻ ഫീ ഹായിത്, ചുമരിൽ തറച്ച ഏണിയിൽ കോലിന്മേൽ എൻ്റെ കയ്യും പിടിച്ച് ഒരു കാലിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഞാൻ നിൽക്കും, നിസ്കരിക്കും. കാരണമില്ലെങ്കിൽ നിസ്കാരത്തിൽ കറാഹത്തായ നൃത്തമാണിത്. ഒറ്റക്കാലിൽ ഊന്നിയിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കല് നിസ്കാരത്തിൽ കറാഹത്താണ്. ആ കറാഹത്ത് കാരണമുണ്ടെങ്കിൽ പോകും. മഹാനായ ശൈഖ് തങ്ങൾ അവർകൾ മുജാഹദത്തിന്റെ കാലത്ത് തന്റെ ആണിമ തൂക്കിയിട്ട് ഇതേ ചുവരിൽ തൂക്കിയിട്ട് ആണിമേൽ കൈ പിടിച്ച് ഉറക്കം നിന്നാൽ വരുമെന്ന് കരുതിയിട്ട് ഒരു കാലിന് ഊന്നൽ കൊടുത്ത് സാഹസപ്പെട്ട് ഞാൻ പുലരും വരെ ഖുർആൻ ഓതിയിട്ട് നിൽക്കും. ഖൗഫൻ നൗം, ഉറങ്ങരുത് എന്ന് കരുതിയിട്ട്. അത്താഴ സമയത്തെത്തുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച ഖുർആൻ ഖതം തീർക്കുകയും ചെയ്യും. ഇങ്ങനെ 40 കൊല്ലം ഇശാ നമസ്കരിച്ചിട്ടുള്ള തന്റെ വുദൂ കൊണ്ട് ഒരു കാലിൽ നിന്നിട്ട് ഉറക്കത്തെ ഭേദിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് നിന്ന് നിസ്കരിച്ചിട്ടുള്ള പീഡനകാലം എൻ്റെ മക്കളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്റെ മുരീദുമാരെ പറഞ്ഞ് ധരിപ്പിച്ച ശൈഖ് അന്നത്തെ തന്റെ പീഡനവും ത്യാഗവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള തന്റെ പ്രയാണത്തിന്റെ ഭാഗമാണെന്നും നിങ്ങൾ വിഷമിച്ചാതെ ത്യാഗം ചെയ്യാതെ കഷ്ടപ്പെടാതെ മുഹീദ്ദീൻ ശൈഖാകാമെന്ന് കൊതിക്കുന്നത് ശരിയല്ലെന്നും ധരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച ശൈഖിന്റെ ഈ ഭാഗത്തെ ഒരു കാമൽ നിന്നിട്ടോ രൂഹത്തം തീർത്തോവർ എന്നത് കളിയായി സർക്കസായി അഭ്യാസമായി തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യ. മാലയുടെ കേന്ദ്രം പഠിക്കണം, അവലംബം പഠിക്കണം, അവലംബത്തിലെ ചരിത്രം പഠിക്കണം, ആധാരമായ ബൈത്തുകൾ പഠിക്കണം. പഠിക്കാതെ മൊയ്യെന്ന് ചൊല്ലരുത്, പൊയ്യെന്ന് ചൊല്ലരുത്. സത്യമെന്നും പറയണ്ട, കള്ളമെന്നും പറയണ്ട. സത്യമാണെന്ന് വിശ്വസിക്കേണ്ടതും പഠിച്ചു മതി, കള്ളമാണെന്ന് പറയാൻ തെളിവ് കിട്ടിയിട്ട് മതി. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. ഒരു കാമൽ നിന്നിട്ട് തലക്കെന്ന് നോക്കി അവസാനം വരുമ്പോൾ അതിന് തീരുവോ, അവൻ തംശാ തീരുവോ, അതൊക്കെ പഠിക്കണടോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ലോകവും അവർക്ക് വേദം വായിക്കാൻ എളുപ്പമാക്കി കൊടുക്കുന്നതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന അവസരം അവർക്ക് നൽകുന്നതും ഒക്കെ അമ്പിയാക്കന്മാരുടെ ലോകത്തും ഔലിയാക്കന്മാരുടെ ലോകത്തും സംഭവമാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ഒട്ടകത്തിൻ്റെയും മൃഗങ്ങളുടെയും കുതിരയുടെയും ജീനി കെട്ടാൻ പറഞ്ഞിട്ട് അത് കെട്ടിത്തീരും മുൻപ് തൻ്റെ സബൂർ എന്ന വേദം പൂർണ്ണമായി വായിക്കാനുള്ള ലഘുത്വവും എളുമയും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരുന്നുവെന്ന് ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം. ഖുഫിഫ അൻ ദാവൂദൽ ഖുർആൻ, ദാവൂദ് നബിക്ക് തന്റെ വേദം ലഘുവാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൃഗത്തിന് ജീനി ധരിപ്പിക്കപ്പെടും മുൻപ് ദാവൂദ് നബി സബൂർ വായിച്ചു തീരും. എളുപ്പ നേരം കൊണ്ട് സബൂർ വായിച്ചു തീരാനുള്ള ലഘുത്വം ദാവൂദ് നബിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഈ ലഘുത്വം വേദം പഠിച്ച പണ്ഡിതന്മാർക്കും ഔലിയാക്കൾക്കും പെട്ടെന്ന് തീർക്കാൻ അല്ലാഹു കഴിവ് കൊടുക്കുന്നെങ്കിൽ അസാധാരണമായ സിദ്ധിയില്ലാത്തവന് ഇത് ഭ്രാന്തായി തോന്നാം. അവരാണ് ഭ്രാന്തന്മാർ, ഇവർ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാകുന്നു എന്നു മാത്രം മനസ്സിലാക്കണമെന്ന് എൻ്റെ പാവപ്പെട്ട അറിവില്ലാത്ത വഹാബികളെ പറഞ്ഞു ധരിപ്പിച്ചുകൊണ്ട് മാലയെ പൊയ്യെന്ന് ചൊല്ലരുത്. ബഹ്ജ നോക്കണം,
അവർ ചൊന്ന ബെയ്ത്ത് നോക്കണം, തെക്കുമില നോക്കണം, ഇവയെല്ലാം ശരിയാണോ എന്ന് അവരവരുടെ അവലംബങ്ങൾ നോക്കണം എന്ന്